ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോ. അപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് ആയാണ്. അതേ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ബാക്കി. അതായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ട്രേഡിംഗ് ഹാൾ നമ്മൾ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയാണ് ഡയമണ്ട് ആർമറൊക്കെ. അവന്മാരെ ഞാൻ ട്രേഡൊന്നും ചെയ്തില്ല. അത് ഞാൻ അങ്ങോട്ട് നോക്കാനേ പോയിട്ടില്ല. കാരണം എന്താ എടാ അവന്മാർ പക്ഷേ മറ്റേ ലിങ്ക് ആവുന്നില്ല, എന്താ അറിയില്ല. അത് ഞാൻ പിന്നെ നോക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ സീരീസ് എന്തായാലും അവന്മാർ ലിങ്ക് ആയില്ല. അപ്പം പിന്നെ അവന്മാരെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമ്മളെന്ത് ചെയ്തു, നമ്മളിവിടെ ഒരു ബേസ് ഉണ്ടാക്കാന്ന് വെച്ചു. ഒരു ബേസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റിസോഴ്സൊക്കെ ഞാൻ കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും വേണ്ടി വരുള്ളൂ. അത്രയൊന്നും പോരായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം എനിക്ക് ഉറപ്പുണ്ടാകും ഇനി നമ്മുടെ അയൺ ഫാമിയുടെ വർക്കിംഗ് ആണ്. ബാക്കിയൊന്നിനും കുഴപ്പമില്ല. ആ ട്രേഡിംഗ് ഹാളിന് മാത്രം ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഞാൻ ബ്രീഡർ മാർക്കാവുന്നില്ല. അത് നമുക്ക് നോക്കണം. അപ്പം അതൊക്കെ ശരിയാക്കാം നമുക്കത്. അപ്പം നമുക്ക് എന്നാലും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മളിവിടെ നമ്മുടെ വീട് പണിയുടെ സ്റ്റാർട്ട് ചെയ്യാറ്. അതിനൊന്നും ഇനി കുതിരയെ കൊണ്ടുപോകാൻ കേട്ടോ. എടാ ഇനിയും ബ്ലോക്ക് വേണ്ടി വരും. നമ്മൾ പറഞ്ഞുതരാം ഗൈസ് നമ്മുടെ വീട് എങ്ങനെയാണ് പണിയുന്നതെന്ന്. എനിക്ക് താല്പര്യം. എടാ ഞാൻ ബേസിക്കലി ഞാനതൊരു ബിൽഡറല്ല, ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ കാര്യമായിട്ടൊന്നും അറിയില്ല. എന്നാലും എനിക്ക് ഞാൻ ഡിസൈൻ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞ ഡിസൈനാണ്. ഞാൻ അത് വെച്ചൊന്ന് പണിഞ്ഞ് നോക്കാം. വർക്കാവും. ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഡെക്കറേഷനോടൊക്കെ കൊടുത്താൽ ശരിയാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കെന്തായാലും കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണ്ടുന്ന സാധനം മാത്രം കയ്യിലെടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ബാക്കി നമുക്ക് ബെഡ് എടുത്തില്ലേ, ബെഡ് എടുക്കാൻ പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, നമുക്ക് ഇരുട്ടാകുമ്പം അങ്ങോട്ട് പോയി കിടന്ന് ഉറങ്ങാം. 3 എടാ എനിക്ക് ലോഡ് സ്റ്റോൺ കണ്ടില്ലേ, സ്റ്റോൺ ബ്രിക്ക്. ഈ സാധനം ഇത് ക്രിസ്റ്റലൈസ്ഡ് സ്റ്റോൺ ബ്രിക്ക്. എനിക്ക് മാറിപ്പോയതാ. ഞാൻ ഈ സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കുന്ന ഇതിനകത്ത് നോക്കി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൈ തട്ടിയ ക്രിസ്റ്റലൈസ്ഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക് കൂടെ കിട്ടിയതിന് എനിക്ക് എക്സ്ട്രാ. നമുക്ക് എന്തായാലും വുഡ് എടുക്കാം. ബ്രിച്ച് വുഡ് ഞാൻ വെറുതെ ഉണ്ടാക്കി വെച്ചേക്കണം. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, ചുമ്മാ വെറുതെ എടുത്തതാണ്. നമുക്ക് ഇപ്പം ഇത്രയൊക്കെ മതിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാത്രിയാവാറ് ഏകദേശം. നമ്മളെന്തായാലും ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ വീടുണ്ടാക്കുന്നത്. എവിടെട്ടാ ഈ ചെസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടായിരുന്നു. ഇവിടെ നിന്നാണ് കേസ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്നത് ഇവിടെ. അപ്പം നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമുക്ക് വുഡിനാണ് കേസ് പ്രാധാന്യം. ഇനി വുഡ് വേണ്ടി വരും നമുക്ക് എന്തായാലും. നാട്ടെ ഇവിടുന്ന് ഇവിടുന്ന് 10 കാണും. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാൻ തോന്നുന്നുണ്ടോ. ഇവിടെ ഒരു ഇത് നിൽക്കുന്നു കേട്ടാ. അതെ, ഇവിടെ ഒരു വുഡ് വെക്കണം ഗൈസ്. ഇവിടെ വുഡ് വെച്ചിട്ട് നമ്മൾ 4 ബ്ലോക്ക് സ്കിപ്പ് ചെയ്യണം. 1 2 3 4. എന്നിട്ട് 5ാമത്തെ ബ്ലോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇവിടുന്ന് ഒരു 1 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരെണ്ണം വെക്കണം ഗൈസ്. ഇവിടെയും വേണമെങ്കിൽ വെക്കാം, പക്ഷെ അത് വേണ്ടെന്ന് ഞാൻ തോന്നുന്നു. എന്നിട്ട് കണ്ടേ ഇവിടുന്ന് ഇവിടുന്ന് ഒരു 1 2 3 ആയിട്ട് ഇവിടെ വെക്കണം ഗൈസ്. ഇത് ഇങ്ങനെ അത് നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കണം. സോ സർവൈവർ ക്രിയേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റീവ് ഉണ്ടാക്കി വെക്കുന്നത് കുറച്ച് മുമ്പ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വെക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്കിനി ബ്രിക്കൊക്കെ വെച്ച് സെറ്റ് ആക്കണം. എന്നിട്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകണം ഗൈസ്. ഇവിടെ പോയിട്ട് ഇവിടെ നിന്ന് ഒരു 10 ബ്ലോക്ക് ഗ്യാപ്പ് എടുക്കണം ഗൈസ്. അതായത് ഇവിടെ ഇപ്പോൾ പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 ഗൈസ്. എന്നിട്ട് ഇവിടെ ഒരെണ്ണം കുത്തണം. എന്നിട്ട് ഇത് യോജിപ്പിച്ചാൽ തരാം. ഇത് ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ അളവ് എവിടെയാണെന്ന് ഈ ബ്ലോക്കാണെന്നാണ് തോന്നുന്നത്. അതെ, സി ബ്ലോക്കാണ് അല്ലേ? ആണ്. ഓക്കെ, ഇത്രയും വരച്ചിട്ട് ഇത് നമുക്ക് മേലോട്ട് കെട്ടിപ്പോക്കണം. അവിടെ ഇതിപ്പോൾ 1 ആയില്ലേ, 2 3 4 ഇങ്ങനെ കെട്ടിപ്പോകണം ഗൈസ്. നമുക്ക് കെട്ടിപ്പോകാം. അതെ ഗൈസ്, നമ്മളങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് 4 ബ്ലോക്ക്. ഇപ്പം ഞാൻ തന്നെ ഇവിടുന്ന് വീണ്ടും ചാവിടാൻ മിക്കവാറും. കാരണം ഞാൻ ഇവിടുന്ന് ചാടുന്നതിനനുസരിച്ച് എനിക്ക് ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കാം. നമുക്കിത് കണക്ട് ചെയ്യാം ഗൈസ്. ഇങ്ങനെ നമുക്ക് ഇവിടെ നിരത്തി പിടിച്ച് എല്ലാം നമുക്ക് കണക്ട് ചെയ്യണം. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉടനെ തന്നെ ചാവും മിക്കവാറും. ഇതങ്ങ് വെട്ടിക്കളയട്ടെ. കാരണം അതൊരു ചെറിയ ട്രബിളാണ്. അത് ഒരു ചെറിയ പ്രശ്നമുണ്ടോ ഇവിടെ ഞാൻ വരുമ്പം. ഇത് ഒരു ബ്ലോക്ക് കൂടി ഇങ്ങോട്ട് ഇറക്കേണ്ടി വരും. ഇത് ചിലപ്പം അതൊന്നും അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ ചെയ്താൽ പോയായിരുന്നു. എടാ ഞാൻ ഒരു കാര്യം, ഇത് ഒരു ബ്ലോക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതൊരു ബ്ലോക്ക് കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ
ഇവിടുന്ന് കൂടെ ഈ ബ്ലോക്ക് കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഓക്കെ. ഇവിടെ കണക്ട് ചെയ്യടാ. ഇച്ചിരി ടഫ് പിടിച്ച പണിയാണ് ഈ വീട് പണിയുന്നത്. പ്രത്യേകിച്ച് എനിക്ക് കൺസ്ട്രക്ഷൻ അങ്ങനെ അതിനകത്ത് ബേസിക്കലി ബിൽഡറല്ല. എനിക്ക് ബിൽഡ് ചെയ്യാൻ എനിക്ക് പൊതുവെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എന്തായാലും കുഴപ്പമില്ല. ബിൽഡ് ചെയ്യാൻ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അത് വേറൊരു കാര്യം. ഇപ്പം എനിക്ക് ഇതൊരു മറ്റേ കൂര കണക്കാക്കി സെറ്റപ്പ് ആക്കാനാണ്. ഇത് എന്താവുമെന്ന് അറിയില്ല. അത് കിട്ടുന്നില്ലല്ലോ എനിക്ക് എൻ്റെ ഡെർട്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയായിരിക്കുമല്ലോ ഇല്ലേ? ഇപ്പോഴും എന്തോ കുഴപ്പം വന്നല്ലേ? ഇനി ഇതങ്ങ് പൊളിച്ചോളാല്ലേ. അതെ, എന്തോ പന്തികേടാണ് തോന്നുന്നു. ഓക്കെ, നമ്മളങ്ങനെ അത് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമുക്ക് ബ്ലോക്ക് ഫില്ല് ചെയ്യണം ഗൈസ്. ബ്ലോക്ക് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ബ്ലോക്ക്. ഇത് തയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം പറഞ്ഞല്ലോ നമുക്കെന്തായാലും പണിഞ്ഞോളാടാ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തായാലും അത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ടിൽറ്റ് ചെയ്യണം. ടിൽറ്റല്ല, എന്തോ നീ പറയും. അത് തന്നെ അവസാനം അത് ചെയ്യണം ഗൈസ്. എന്നിട്ട് നമുക്ക് വേറെ പണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലോട്ട് ഒരു നിലയുടെ കെട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ഒരു നിലയുടെ കെട്ടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ കൂര പണിയുന്ന പരിപാടിയിലോട്ടാണ് പോകുന്നത്. എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് പിക്കാക്സ് പൊട്ടി ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോന്നായിരുന്നു. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോന്നില്ല. ഓക്കെ, പുതിയ പിക്കാക്സ് ഉണ്ടാക്കാൻ നമുക്ക് അതാണ്ടല്ലേ. ഓക്കെ, അല്ല പിക്കാക്സ് അല്ലല്ലേ, ആക്സ്. അത് തന്നെ. ഓക്കെ ഗൈസ്, ഇത് ടിൽറ്റ് ചെയ്യാം ഗൈസ്. ടിൽറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ മേലൊരു നിലയുടെ കെട്ടുണ്ട്, നമ്മൾ കെട്ടി സെറ്റാക്കാം. അതിനുകൊണ്ട് കുറച്ച് ബ്ലോക്ക് എടുക്കട്ടെ. ആവശ്യമുണ്ട്. അത്രയും മതി. ഇനി നമുക്ക് മേലോട്ട് കയറാം. മേലോട്ട് കയറിയിട്ട് ഇവിടുന്ന് നമുക്ക് അടുത്ത സെറ്റ് നമ്മൾ മേലോട്ട് കെട്ടിപ്പോക്കാൻ പോവാണ്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ 1 2 3 4 നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത കണക്ക് തന്നെ ഇവിടെയും പൊക്കണം. 1 2 3 4. ഇനി നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ പൊക്കാൻ കഴിയും. ഓക്കെ, നമ്മളങ്ങനെ കെട്ടിപ്പോക്കുന്നുണ്ട്. ഇനി നമുക്ക് യോജിപ്പിക്കാം. അങ്ങനെ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അതായത് ടിൽറ്റ് അല്ലേ, എന്തോ പറയായിരുന്നു, മറന്നു. ഇനി ടിൽറ്റ് എന്ന് പറയുന്നത് കിളക്കി വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കും നമുക്ക് മറ്റേ നമ്മൾ ബ്രിക്ക് വെക്കണം. അത് നമുക്ക് വെക്കാം. ഓക്കെ ഗൈസ്, ഒക്കെ നമ്മളങ്ങനെ അത് ചെയ്ത് തീർത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടിൽറ്റ് ചെയ്യണം. അത് ടിൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് മണ്ടക്കോട്ട് കയറിയിട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ ചെയ്ത് പോയായിരുന്നു. ടിൽറ്റ് എന്തോ വെച്ചാൽ പറയുന്നത് അറിയാമില്ല. എതൊന്നില്ല. ഓക്കെ, അതും ചെയ്താൽ നമുക്ക് ചെയ്തിട്ട് കാണാം. ഇനി അത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് അകത്തത്ത് നമുക്ക് ഇങ്ങോട്ട് മേളിൽ തട്ട് കെട്ടണം. അത് നമുക്ക് കെട്ടാം. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇനി നമുക്ക് ഇതുകൂടെ സെറ്റ് ചെയ്യണം കേസ്. അപ്പം നമുക്ക് തട്ട് കെട്ടുന്ന കാര്യം വരുമ്പോഴാണ് പ്രശ്നം. അതായത് നമുക്ക് സ്റ്റേഴ്സ് വേണം. അത് നമുക്ക് എന്തായാലും അവസാനം സെറ്റാക്കാം. നമുക്ക് ഈ ഒരു സ്റ്റാക്ക് നമുക്ക് പോയാൽ നമുക്ക് ഇവിടെ കൂര കെട്ടണം കേസ്. നമുക്ക് കൂര കെട്ടാൻ ഇത്രയും പോരായിരിക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നു. ഓക്കെ, നമ്മൾ എന്തായാലും അത് ഇത്രയും നമ്മൾ പ്ലാങ്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് കൂര കെട്ടാം കേസ്. കൂര അല്ല, നമ്മൾ നില കെട്ടാം കേസ്. നമ്മൾ കെട്ടട്ടെ. നമുക്ക് നമ്മളെന്തായാലും അങ്ങനെ ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഞാൻ ടോർച്ച് എടുത്ത് സെറ്റാക്കിയിട്ട് ഇതാ വരുന്നത് ഈ സുരിൻ്റെ. നമുക്ക് ടോർച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാൻ ഒരു സ്റ്റെപ്പ് വേണം. അത് നമുക്ക് ഇത് വെച്ചിട്ടും നമ്മളെ ബ്രിക്സും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു കോംബോ ആണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. നോക്കട്ടെ ഗൈസ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് രണ്ടുപേരത്ത് കയ്യിലോട്ട് വെച്ചിട്ടേ ഇങ്ങനെ കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതായത് 2 വരി വെച്ച് കെട്ടണം, 1 വരി വെച്ച് കെട്ടണം. എങ്ങനെ കയറണം? ഇവിടുന്ന് ഡയറക്റ്റ് ആണ് പോട്ടെ. അത് ഇവിടുന്ന് 2 വരി വെച്ച് വേണോ? അത് ഇതാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ വെക്കുന്നതായിരിക്കും. കാണണ്ടേ, ഒരു ഇതും ഇങ്ങനെ. എന്നിട്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ശരിയാവും തോന്നില്ല. വേണ്ട, നമുക്ക് 1 വരി വെച്ച് കെട്ടാം. നോക്കട്ടെ. കയറാനും വയ്യ. തല തട്ടി ചുമ്മാ അല്ല. ഇനി ഇതാണ്ട് ഇവിടുന്ന് ഇങ്ങനെ കറക്കിയാലോ? വേണ്ട, അത് നമുക്ക് കറക്കാം. നമുക്കിങ്ങനെ കറക്കി കൊണ്ടുവരാം. അതായിരിക്കും കുറച്ചുകൂടെ ബ്യൂട്ടി. അങ്ങനെ എത്തിയിട്ടുണ്ട്. ബ്ലോക്ക് എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അത് എവിടൊക്കെയാണ് കൊണ്ട് ബ്ലോക്ക് വെക്കുന്നത്. നമുക്ക് എന്തായാലും ബാക്കി പണി ചെയ്യാം. നമുക്ക് ഇതുകൂടെ നടച്ചിട്ട് ഇറങ്ങിയിട്ട് ഇത് കൊണ്ടിച്ചാലോ. ഓക്കെ, ഇതുപോലെ മതിയല്ലോ അല്ലേ? ഭയങ്കര പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് നമുക്ക് ശരിയാക്കാം. ഇത് സ്റ്റെയർ കേസ് തിരിച്ചു വെച്ചാൽ അങ്ങനെയല്ല. അതിനകത്ത് സ്റ്റെയർ കേസ് തിരിഞ്ഞിരിക്കാൻ ഭയങ്കര പാടാ. നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. അത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അതത് മതി. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ വല്ല വഴി നോക്കാം. ഇവിടെ നമുക്ക് ഫെൻസ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ബാക്കി ഫിറ്റ് ചെയ്യാം. നമ്മളതിനെ ടിൽറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ റൂഫ് കെട്ടാം. അത് കയറി വരാനുള്ള സ്റ്റെപ്പ് നമുക്ക് എങ്ങോട്ടെങ്കിലും ആക്കണം. അത് നമുക്ക് സ്റ്റെപ്പ് ആക്കണോ ലാഡർ ആക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമുക്ക് ഇങ്ങോട്ട് കയറി വരാനായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ റൂഫ് പണിയുന്നു. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റോറേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് അണ്ടർഗ്രൗണ്ട് ആയിരിക്കും നമ്മുടെ ട്രേഡിംഗ് ഹാളും സെറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു 2 ഓപ്ഷൻ കിടക്കുന്നത് കൊണ്ട് ഇവിടെ കയറാൻ സ്റ്റെപ്പ് പണിയണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റെപ്പ് പണി നമുക്ക് നോക്കാം.
ഗൈസ് നമ്മളങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ കുറേ പണികൾ ബാക്കി കിടക്കുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഇനി കൂര പണിയുന്ന പണിയില്ല. അപ്പം നമുക്ക് താഴേന്ന് ആ കൂര പണിഞ്ഞങ്ങ് പോവാം. താഴേന്ന് കൂര പണിഞ്ഞ് പോകുക എന്ന് പറയുമ്പോൾ, അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ കൂര സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഡെർട്ട് ബ്ലോക്ക് എടുത്ത് കയ്യിലോട്ട് വെച്ചിട്ട് അവിടെ അല്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് പണിഞ്ഞ് നോക്കാം. ഇതിപ്പോൾ എങ്ങനെ വരും കറക്റ്റ് ഒന്ന് ഇവിടെ ബ്ലോക്ക് ഗൈസ്. ഓക്കെ, കറക്റ്റ് പറയാനാണെങ്കിൽ ഇതാണ്ട് ഇവിടെ നമുക്ക് 3 ഇതിൻ്റെ ഒരു കൂലി നമുക്ക് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ അല്ല, വച്ച മാറിപ്പോയി. അതായത് ഇവിടെ വെക്കണം. എന്നിട്ട് ഇവിടെ എങ്ങനെ വെക്കുന്നത്? അവിടെ വെക്കാൻ വഴിയില്ല സൈസ്. നമുക്ക് ഇവിടെ 2 ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഒരെണ്ണം വെക്കാം. പണിഞ്ഞ അളവിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയോ എന്നൊരു സംശയം. ഇല്ലെന്നാണ് നിഗമനം. നമുക്ക് ചെയ്യാനുള്ള വഴി എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തോണ്ടോന്നില്ല. നമുക്ക് ഇതിന് സ്ലാബ് ഉണ്ടാക്കില്ലേ. അപ്പോൾ സോറി സാധനം മാറി. സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചാൽ കറക്റ്റ് ആകുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ ഗൈസ്, അത് ഓക്കെ ആയിട്ടുണ്ട് അവിടുത്തെ കൂര. പക്ഷെ ഇതിനകത്ത് മെർജായി പോകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കരുത് ഗൈസ്. അത് സൂക്ഷിച്ച് നോക്കിയാൽ കൂര അവിടെ ഉണ്ടോന്ന് അറിയാൻ പറ്റും. അടുത്ത നമുക്ക് ഇവിടെയാണ് ഗൈസ്. ഇവിടെ നമുക്ക് സെറ്റാക്കാൻ കൂര പണിയണം ഗൈസ്. കൂര പണിയുന്നതാണ് ഈ മെനക്കെട്ട പരിപാടി. ഇവിടെ ഒരു കൂര പണിയാം ഗൈസ്. നമുക്ക് ഇവിടെ അതായത് കൂര എന്ന് പറയുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 2 3 അതാണെങ്കിൽ ഈ അറ്റത്തുനിന്ന് രാത്രി ആവാറായി. ഉറങ്ങാം. അവിടെ 2 എണ്ണം വെച്ചപ്പോഴേ കണക്റ്റ് ആയോ? 3 എണ്ണം പോകേണ്ട കാര്യമില്ല. ഇതാണ് ഈ കൂര പണിന്ന് ചെറിയൊരു പ്രശ്നം പറ്റിയാൽ നമുക്ക് അളവ് തെറ്റിപ്പോടാ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് ഇവിടെ നമ്മുടെ ഒരു സ്ലാബ് ഇവിടെ മേലോട്ട് വെക്കാം. ഒരു ഹൈ ഡിഫറൻസിന് വേണ്ടി. രാത്രി ഉറങ്ങി സെറ്റാവണ്ട്. ഗൈസ്, ചെറുതായിട്ടൊന്ന് തേനോ ഒരു സംശയം. ഒന്ന് നിരന്ന് നിൽക്കുന്നു. ഒന്ന് നോക്കാം. 3 2 1. ഇല്ല, കുട്ടി സ്വാമി കുറെ ഉണ്ടാ. ഈ പ്രശ്നമല്ല. അയ്യോ തേനേ ഗൈസ്. ഏതാ സ്കില്ല്? ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൊരു കാര്യം നമ്മൾ കൂര സെറ്റാക്കണം. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. നമുക്ക് കൂരയോടെ അങ്ങ് സെറ്റാക്കാം ഗൈസ്. ഞാൻ പറഞ്ഞ സമയം കളയുന്ന നമുക്ക് സമയം കൊണ്ട് നമുക്ക് കൂര സെറ്റാക്കാം. ഇവിടെ ആ കൂരയെങ്കിൽ ചെറിയ അബദ്ധം പറ്റി ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അത് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ കയറണം ഗൈസ്. നമുക്ക് മേളിൽ കയറി ഇനി അടുത്ത ബാക്കി കൂരയുടെ പണി നോക്കാം. ഇവിടെ കയറി വരുന്നത് ഇവിടെ നമ്മളൊരു മുറി കണക്കായിരിക്കും. ഇവിടെ ആയിരിക്കും നമ്മുടെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് മേലോട്ടൊരു സ്റ്റെയർ എന്ന് പറയുമ്പം അതായത് ഏകദേശം ഇവിടുന്ന് കയറി ഇവിടെ നമ്മുടെ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. സ്റ്റെയർ തന്നെ വെക്കാൻ പറ്റി ഗൈസ്. ഞാൻ
ഓക്കെ അത് നമ്മൾ മേലിൽ കയറി നമുക്ക് സ്റ്റെയർ സെറ്റാക്കാം. അത് ചെറിയൊരു പ്രശ്നം പറ്റിയതാണ് ആ സ്റ്റെയർ. അത് കറക്റ്റ് പറയാനാണെങ്കിൽ ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ നമ്മളൊരു സ്ലാബാണ് വെക്കുന്നത്. സ്ലാബ് ഞാൻ എടുത്തില്ല, അതുകൊണ്ട് ഞാൻ അവിടെ തൽക്കാലത്തേക്ക് ഏതാണ്ട് ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമുക്കത് സെറ്റാക്കാം. നമുക്കിനി കൂര എൻ്റെ ഫ്രണ്ട് എവിടെ ആയിരുന്നാ മറന്നുമില്ലേ? ഇവിടെ ഇങ്ങോട്ടാണ് ഈ ഫ്രണ്ട്. അപ്പം നമുക്ക് കൂര താണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ സിമ്മിങ് ഇല്ല മറ്റേ സാധനം സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും അത് സെറ്റ് ചെയ്യണം ആദ്യം. അതെന്താ ഇവിടുന്ന് നോക്കാം. ഞാനിങ്ങനെ കൂര കെട്ടി കഴിഞ്ഞാൽ ഈ സൈഡിൽ ചെയ്യുന്ന ലെവൽ ചെയ്യാനുണ്ട്, അതുകൂടെ ഉള്ളൂ. വേറെ സീനൊന്നുമില്ല. ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബ്ലോക്ക് കയറുന്നു. നമ്മളിപ്പോൾ ഉടനെ തന്നെ ശരിയാക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടെ സ്റ്റെയർ വെച്ച് കയറാൻ പറ്റത്തില്ല. നമുക്കിവിടെ ലാഡർ വെച്ച് തന്നെ മേലോട്ട് കയറേണ്ടി വരും ഗൈസ് മിക്കവാറും. അവിടെ പൊട്ടിച്ചിട്ട് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ മേലിൽ കയറാൻ ഒരു സാധനം കൊണ്ട് സെറ്റ് ചെയ്യുക, അത് വേറെ കാര്യം. ചിലപ്പോൾ എലവേറ്റർ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് നോക്കാം. സമയമില്ല. ഇപ്പോൾ തിരുമണി. ഇനി കുറച്ച് ഡെക്കറേഷൻ വർക്ക് കൂടെ ഒക്കെ ഉള്ളൂ. അത് ആ കൂരിയൊന്നും ശരിയാക്കാം. കുറച്ച് സ്റ്റോൺ വേണം, അത് ഞാൻ സെറ്റാക്കാം. ഇവിടെ ഇച്ചിരി ഇറക്കാനുണ്ട്. അവിടെ ഒരു ബ്ലോക്ക് എക്സ്ട്രാ വെച്ചതാണ്, അത് വെട്ടി എടുത്ത് കളയണം. അതിന് മേലോട്ട് കയറണം. മേലോട്ട് കയറാൻ വേറെ ബ്ലോക്കൊന്നും ഇവിടെ തന്നെ കയറാം. ഇത് ശരിയാക്കാം. ഒരു സ്ലാബ് ഇനി നമുക്ക് ഇങ്ങോട്ട് കൂടെ കുറച്ച് ഇറക്കാനുണ്ട്. അത് ഇറക്കാനായിട്ടാണെങ്കിൽ എൻ്റെ ബ്ലോക്ക് ലൈസ് പോയി. അത് നമുക്ക് സെറ്റാക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മേലിൽ കുറച്ച് അടയ്ക്കാനുണ്ട്. അത് ചെയ്യാൻ കുറച്ച് ബ്ലോക്ക് വേണം. ഇഷ്ടം ബ്ലോക്ക് അതുകൊണ്ട് ഏതാണ്ട് ഈ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ ഡെക്കറേഷൻ വർക്ക് ഉണ്ട്, അതൊക്കെ നമ്മളടുത്ത് പത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്കിനി മേളത്തെ കുട്ടികൾ അടയ്ക്കുന്നുണ്ട്. അത് അടയ്ക്കണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, ഇവിടുന്ന് പൊളിച്ച് കയറിയെങ്കിലേ പറ്റൂ. നമുക്ക് ഇനി ഇവിടെ അടയ്ക്കാം. ഇതൂടെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ മേളിലൊന്നും അടയ്ക്കാം. ഓക്കെ, ഇതൂടെ അടച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ നമുക്ക് ലാഡറോ അല്ലെ എലിവേറ്ററോ ഒക്കെ സെറ്റ് ചെയ്യാൻ കേസ്. ഇതോടെ ചേർന്ന് ഒഫീഷ്യലി നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒഫീഷ്യലി അങ്ങനെ നമ്മൾ വീടിൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ലുക്ക്. നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് അടുത്ത എപ്പിസോഡ് നമ്മൾ ഡെക്കറേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മളതൊക്കെ സെറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരുടെ ഇറ്റ്സ് മീ എൻകഡോക് സൈനിങ് ഓഫ് ഗൈസ്.